ഞാനേ ഒരു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഈ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ നമ്മുടെ ആളുകളുടെ ഒരു അഭിപ്രായം എടുക്കുക എന്നുള്ളൊരു അഭിപ്രായ സർവേക്കാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഭയങ്കര മഴയായതുകൊണ്ട് എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് പേഴ്സൺ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് വരുന്ന ആ വീഡിയോയിൽ അദ്ദേഹമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല പരിചിതമുള്ള ഏറ്റവും കൂടുതൽ ഇസ്രായേലുകാർക്ക് വേണ്ടി വാക്ചാതുര്യത്തോടു കൂടി ബഹളം വയ്ക്കുന്ന നമ്മളുടെ ജാമിദ ടീച്ചറുടെ എക്സ് ഹസ്ബൻഡാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. ഇസ്രായേലിന് വേണമോ പാലസ്തീന് വേണമോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലൂടെ നമുക്ക് കേൾക്കാം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് പാലസ്തീനെ തന്നെയാണ്. അത് മാത്രമല്ല ഇറാനെയും. കാരണം അവരൊന്നും അനാവശ്യമായിട്ട് ആളുകളെ പ്രൊവോക്ക് ചെയ്യുകയോ പ്രോബ്ലം ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം തെമ്മാടി രാജ്യമാണെന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് സെയിം അഭിപ്രായം തന്നെയാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ ജാമിദ ടീച്ചറിനെ പോലുള്ളവരെയൊക്കെ പഠിപ്പിച്ച് ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയാൻ തക്കവണ്ണം പ്രാപ്തയാക്കി വിട്ട ഒരു മനുഷ്യൻ ഇപ്പോൾ അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയുടെ ഒരു വൈരുദ്ധ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വീഡിയോ എടുത്തത്. അപ്പം എന്തിനിപ്പോൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സ്ത്രീ എന്തിനാണ് ഒരു സമൂഹത്തെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന്. അവരുടെ ഒരു രീതിയിലുമുള്ള ഒരു അഭിപ്രായമോ പേഴ്സണൽ സംഗതിയോ അല്ല അവർ പറയുന്നത്. അവർക്ക് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ്. നമുക്ക് അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായത്തിന് നമുക്ക് എതിർക്കാനെന്നുള്ള അവകാശം നമുക്കില്ലല്ലോ. പിന്നെ ഇദ്ദേഹത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി സാധാരണക്കാരുമായിട്ടൊക്കെ ഇടപഴകുകയും സാധാരണക്കാരുമായിട്ടുള്ള സംസാരങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൂടുതൽ സൊസൈറ്റിയിൽ ഉള്ള ഒരു ഇമ്പാക്റ്റ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് ഫോർവേഡ് ചെയ്യുന്നത്. കൂടുതൽ ഡീപ്പായിട്ട് അതിനെപ്പറ്റി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് റിക്വസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് കൂടുതൽ വീഡിയോസ് എടുത്ത് ഇടാവുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുഹൃത്തുണ്ട്. അപ്പോൾ അവരും ഞാനും കൂടെ വന്നിട്ടാണ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത്. അദ്ദേഹം തിരുവനന്തപുരത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറോ ഡീറ്റെയിലോ ഒക്കെ തരും. കാരണം അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ളത് ഇങ്ങനെയുള്ള മനോഘടനയുള്ളവരാണ്. കാരണം അവർക്ക് നമ്മളെ സമൂഹത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു ഇത് അവർക്ക് മനസ്സിലാകും. അവരെ നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ സാധാരണക്കാരന്റെ മനസ്സ് വായിക്കുന്നവരാണ് അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഒരു മുറിക്കകത്ത് കയറി ഒളിച്ചിരുന്നു കൊണ്ട് ഇസ്രായേലിന് ജയ് വിളിക്കുന്നതല്ല ശരി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാജ്യത്തിനെതിരെ നമ്മളുടെ സാധാരണ ജനങ്ങൾ നിഷ്പക്ഷമായി പ്രതികരിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. അതിൽ ആദ്യത്തെ ഇതെന്ന രീതിയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന അലി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അലി ഇർഫാൻ എന്നാണ്. ഇദ്ദേഹം ഫേമസ് ആണോ അല്ലയോ എന്ന് വെച്ചാൽ സാധാരണക്കാരനാണ്. പിന്നെ ഫേമസ് ആണ്, കുപ്രസിദ്ധി നേടിയിട്ടുണ്ട്. അത് അദ്ദേഹം മൂലമല്ല, അദ്ദേഹത്തിന്റെ എക്സ് വൈഫായ ജാമിദ ടീച്ചർ ആണ് അവരുടെ വഴി ഒരു കുപ്രസിദ്ധി അദ്ദേഹത്തിന് ഉണ്ട്. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അത്യാവശ്യം നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. എനിക്കറിയാം ആമുഖം ഇത്തിരി വലുതായി പോയി, ക്ഷമിച്ചേക്കുക. ബാക്കി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടെ കേൾക്കാം. അഭിപ്രായം പറഞ്ഞാൽ മതി, വലിയ അഭിപ്രായങ്ങളൊന്നും വേണ്ട. എനിക്ക് പാലസ്തീൻ്റെ വല്ലാത്ത ഒരു ഇതാണ്. എന്നുവെച്ചാൽ ആ ജനതയ്ക്ക് ഇത്രയ്ക്കത്തോളം ആക്കിയതിൻ്റെ അമേരിക്ക ആയാലും ഈ ബ്രിട്ടൻ ആയാലും ബാക്കിയുള്ളവരൊക്കെ ചെയ്തതോട് അല്ല, ഇപ്പൊ നടന്ന ആ ഒരു യുദ്ധത്തിനെ പറ്റിയിട്ടുള്ള ഇക്കായുടെ അഭിപ്രായമാണ്. ഇപ്പം ഇസ്രായേലി ചെയ്തത് ശരിയാണ്, ഏറ്റവും ക്രൂരമായ കാര്യമാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ഇതുകൊണ്ടുണ്ടാകുന്നത് ഈ ലോക രാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും, പാവപ്പെട്ട ജനങ്ങൾക്ക് വരയ്ക്കും ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ ഇത്. സാധാരണ ജനങ്ങളിലാണ് അത്രയും അടിച്ചേൽപ്പിക്കുന്നതും. ഏറ്റവും വലിയ ഒരു യുദ്ധക്കെടുതി വന്നു കഴിഞ്ഞാൽ ഏറ്റവും അനുഭവിക്കാൻ പോണത് ഏറ്റവും പാവപ്പെട്ട ജനങ്ങളും നിരപരാധികളായ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു ജനതയായിട്ട്
ആവും എന്നുള്ളതാണ് അല്ല, പൊതുവിലെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ആണവായുധം അവര് വിത്തൗട്ട് പെർമിഷൻ, ലോകരാജ്യങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ആണവായുധം അവരുണ്ടാക്കുന്നു, അതുകൊണ്ടാണ് ഇറാനെ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് വിദ്യുശക്തിക്ക് പോകാൻ വേണ്ടിയാണ്. ഇതിന് എല്ലാ രാഷ്ട്രങ്ങളിലും അതിന്റെ ഇതുണ്ട്. പക്ഷെ ഈ ഇസ്രായേലിലാണെങ്കിൽ യാഥാർത്ഥ്യമായിട്ട് അവരെ കയ്യിലുണ്ട്, അവർ സമ്മതിക്കുന്നില്ല, ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ല, അത് ഉണ്ട്, പക്ഷെ അത് അവര് പെർമിഷൻ ഇല്ലാതല്ലല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അവരെ ഉപദ്രവിക്കുന്നതെന്നാണല്ലോ ഈ പറയുന്നത്. അപ്പൊ ഇവർക്ക് അത് പെർമിഷൻ ആരാ കൊടുത്തത്? അങ്ങനെ ചോദിക്കുക, ഇവരെന്താ ലോക പോലീസോ അല്ലേ? അതല്ലേ ചോദ്യം. അത് UN ഇവരെ കീഴിലും അമേരിക്കയുടെ കീഴിലായതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് കൊണ്ട് പാവങ്ങൾ എന്ത് ചെയ്യാന്നുള്ള ഒരു ഇതിൽ ഒരു കാര്യം ചെയ്യുന്നത് എന്നാണ്. നമ്മൾ ഈ പൊതുസമൂഹത്തിലെ നമ്മൾ ഈ വലിയ ആൾക്കാർ ചെറിയ ആൾക്കാരെന്ന് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഓരോരുത്തരും നമ്മുടെ അഭിപ്രായം പറയണം. അത് സർവേ എടുക്കുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അഭിപ്രായങ്ങൾ പറയണം. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഇന്ത്യ പിന്നെ ഇറാനെ അനുകൂലിക്കുന്നതാണോ ഇസ്രായേലിനെ ഇറാൻ അനുകൂലിക്കുന്നതാണ്. ഇത്ര കാലഘട്ടങ്ങളോളം ഇന്ത്യ അനുകൂലിച്ചത് ശേരിശാര പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ്. എല്ലാ കാലഘട്ടത്തിലും ഈ ഇസ്രായേലിന് എതിരായിട്ടാണ് പ്രവർത്തിച്ചത്. ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അല്ല, ഒരു ഇന്ത്യൻ നാഷണൽ എന്ന നിലയിൽ ഇറാനോട് തന്നെ കുറിച്ച് ചെയ്യേണ്ടതായിരുന്നു. ഒരു ഇതുമില്ലാതെ ഈ ഇത്രയ്ക്ക് വലിയ ഒരു ആക്രമണം അഴിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നിട്ട് അതിനെതിരെ വോട്ട് പോലും ചെയ്യാതിരുന്നത് ഏറ്റവും വലിയ അപലപനീയമാണ്. അത് ഏറ്റവും വലിയ കഷ്ടപ്പാടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേര് ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, ഇസ്രായേലിൽ വർക്കുണ്ട്. എല്ലാ അറബ് രാഷ്ട്രങ്ങളിലും, യൂറോപ്പ്, എല്ലാ രാഷ്ട്രങ്ങളിലും ഇന്ത്യക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളവരുമുണ്ട്. അപ്പൊ അതൊക്കെ കൺസേൺ ചെയ്യണം നമ്മുടെ ഗവൺമെന്റ്. ഒരു ഭാഗത്തിന് മാത്രം നോക്കരുത്. അതെ. ഇക്കയുടെ അഭിപ്രായത്തില് ഈ ഒരു യുദ്ധം അനാവശ്യമാണ്. 100% അനാവശ്യമായിട്ടുള്ളതാണ്. അല്ലാതെ ഈ പറയുന്ന രീതിയിലല്ല. ഇത് ആരെങ്കിലും പറഞ്ഞോണ്ടേ രാജ്യവിരുദ്ധരെന്നും രാജ്യദ്രോഹി എന്നും പറയുന്നതിനോടുള്ള ഞാൻ ജനിച്ചു വളർന്നത് ഞാൻ ഇന്ത്യയിലാണ്, ഞാൻ കേരളത്തിലാണ്. ഞാൻ എല്ലാവരും കൂടെയാണ് ഞാൻ കഴിഞ്ഞു വളരുന്നത്. ഞാൻ ഒരു മതവിഭാഗത്തിന്റെ ഇതായിട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുമില്ല. ഒരു മതത്തിനെ പറ്റിയോ ഒരു സമൂഹത്തിനെ പറ്റിയോ ആരെ പറ്റിയും ഇതുകൾ പറയില്ല. പക്ഷെ എല്ലാവരും ഒന്നായിട്ട് കരുതുന്നവനാണ്. പക്ഷെ ഈ ഇതില് എനിക്ക് തോന്നിയ അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. ശരി. എന്തായാലും പൊതു സമൂഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരോടും വേണ്ടിയിട്ടുള്ള വിലയേറിയ അഭിപ്രായം ഞങ്ങളോട് പങ്കുവെച്ച ഇക്കായ്ക്ക് വളരെ നന്ദി. താങ്ക് യു. ഇത്രയും ദൂരം വന്ന് ഈ ഒരു അഭിപ്രായം ഞങ്ങളോട് പറയാൻ കാണിച്ച സന്മനസ്സിന് നന്ദി പറയും. താങ്ക് യു.